ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് റംസാൻ 9-നെടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടാറില്ല. ഇന്ന് ഒരു വീഡിയോ ഇട്ട് കളയാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്തു. നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. എല്ലാ പ്രാവശ്യത്തെ പോലെ നമ്മൾ ഇപ്രാവശ്യം അത്രക്കൊന്നും ലാവിഷായിട്ട് ചെയ്യുന്നില്ല. എല്ലാം മിതമായ ഇതിലാണ് ചെയ്യുന്നത്. പിന്നെ കൂടുതലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ അത്ര വലിയ ഉഷാറ് കാണിക്കാറില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിന് നിന്നത്. അപ്പോൾ ഷമാം ഉണ്ടായിരുന്നു. ഷമാം ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പാൽ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കട്ടപ്പാലാക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ ഒഴിച്ച് കട്ടായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. കുറച്ച് 2-3 ഏലക്കായും കൂടെ ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു, നന്നായിട്ട് അടിച്ചെടുത്തു. അപ്പോൾ നമ്മളെ ജ്യൂസ് സെറ്റായി. വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ വീഡിയോ ഇടൽ തുടങ്ങിയിട്ട് ഒരു 2-3 വർഷം ആവാറായി. മടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് അങ്ങനെ പോകുന്നില്ല. ഡെയിലി വീഡിയോ ഒന്നും ഇടാറില്ല. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും നോമ്പുണ്ടോ? സുഖമാണോ? പിന്നെ നമുക്കിത്ര ഡെയിലി കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇപ്പോൾ മിസ്സായെന്ന് തോന്നുന്നു. അപ്പോൾ അത്ര ഒന്നുമില്ല. പിന്നെ അതിന് ശേഷം ഞാനൊരു തണ്ണിമത്തൻ്റെ കഷ്ണം എടുത്തായിരുന്നു. അതും കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇച്ചിരി ഫ്രൂട്ട്സ് എടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് റെഡിയാക്കിയിട്ട്. ഈ ഫ്രൂട്ട്സും വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനോട് അത്ര താല്പര്യമില്ല. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇച്ചിരി ചോറോ എന്തെങ്കിലും എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട. അപ്പോൾ അത് കാരണം നമ്മൾ കാപ്പിയായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ചിലപ്പോൾ ഉണ്ടാക്കും, അപ്പോൾ നമ്മളന്ന് ചോറ് വെക്കത്തില്ല. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ നോമ്പല്ല, അതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കും. പിന്നെ മുന്തിരി ഒരു ഓറഞ്ച് ഒരു ഓറഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ബാക്കിയാവും. ഈ കട്ട് ചെയ്ത് വെച്ച എല്ലാ ഫ്രൂട്ട്സും പിന്നെ ബാക്കിയാണ്. പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കും, പിന്നെ പിറ്റേ ദിവസം എടുക്കും. ഇതാണ് ഇവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. അതേപോലെ വെള്ളം കലക്കി വെച്ചാലും, നാരങ്ങ വെള്ളം ഉണ്ടാക്കില്ലേ, അത് കലക്കി വെച്ചാലും ബാക്കിയാവും. പിന്നെ ഫ്രിഡ്ജിൽ വെക്കും, പിറ്റേ ദിവസം എടുക്കും. ഇതന്നെ ഇവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇച്ചിരി വെള്ളം, ഇന്നലത്തെ ബാക്കി വെള്ളമുണ്ട്, അതാണ് ആ തൂക്കാത്രത്തിലിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിട്ട് ആദ്യത്തേത് എടുത്തതിന് ശേഷം ഇതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ കുറച്ച് തന്നെ വെള്ളം കലക്കുന്നുണ്ട്. പിന്നെ ഇത് എൻ്റെ മെയിനാണ് കേട്ടോ. എന്താ വെച്ചാൽ വീട്ടിലാർക്കും ഇത് വലിയ താല്പര്യമില്ല. നമ്മുടെ തരിക്കഞ്ഞിയാണ്, റവ ഇട്ടിട്ട്. മലപ്പുറം ഭാഗത്തോട്ടൊക്കെ അത് കൂടുതലാണ്. തിരുവനന്തപുരം ഭാഗത്തോട്ട് നമ്മുടെ മറ്റേ കഞ്ഞിയില്ലേ, നോമ്പ് കഞ്ഞി, പൊടിയരിയൊക്കെ ഇട്ടിട്ടുള്ള ആ കഞ്ഞി. അപ്പോൾ അതാണ് വീട്ടിലെല്ലാവർക്കും കഴിക്കാൻ താല്പര്യം. ഞാൻ എന്ത് ചെയ്തു, 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും എടുത്തിട്ട് അതിലോട്ട് റവയും കൂടെ ഇട്ടിട്ട് ഇളക്കും. നന്നായിട്ട് ഇളക്കിയിട്ട് അടപ്പത്ത് വെച്ച് അതിന് വേവിച്ചെടുക്കും. അപ്പോൾ തന്നെ കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ തരിക്കഞ്ഞിനെ പറ്റി പറഞ്ഞാൽ ഇത് ഞാൻ തന്നെ ഒറ്റക്ക് കുടിച്ച് തീർക്കണം. അതുകൊണ്ടാണ് ഈ വെച്ചതും ബാക്കിയാവും. എന്നാലും ഇതില്ലാതെ എനിക്കങ്ങോട്ട് ദഹിക്കത്തില്ല കേട്ടോ. എനിക്കിത് വേണം, ഇതില്ലാതെ എനിക്കങ്ങനെ പറ്റില്ല. അപ്പോൾ അതും കൂടെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ ഇത്തിരി കൂടെ കട്ടിയാവും. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുത്താൽ മതി. അതിലോട്ട് നമ്മൾ ഉള്ളിയാണ്, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ ഉള്ളിയും പിന്നെ കാഷ്നട്ടും മുന്തിരിയൊക്കെ കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് അതൊഴിച്ച് കുറച്ചും കൂടെ ചൂടുവെള്ളം ഞാൻ അതിലോട്ട് ഒഴിക്കും.